ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിക്കോസ്, ആസ്, സിൻസ്. കാരണം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എവിടെ യൂസ് ചെയ്യണം, ആസ് എവിടെ യൂസ് ചെയ്യണം, സിൻസ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. അവൾ ബിസി ആയതുകൊണ്ട് അല്ലെങ്കിൽ ബിസി ആയത് കാരണം വന്നില്ല. നമുക്കിത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കിയാലോ. ദാ ഷീ, അവൾ വന്നില്ല. ഷീ ഡിൻറ്റ് കം. ഡിൻറ്റ് എന്ന് ഞാൻ യൂസ് ചെയ്തത് വന്നില്ല എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്, കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ടാണ് ഞാനിവിടെ ഡിൻറ്റ് യൂസ് ചെയ്തത്. ഷീ ഡിൻറ്റ് കം, അവൾ വന്നില്ല. ബിക്കോസ്, കാരണം. ഷീ വാസ് ബിസി, കാരണം തിരക്കായതുകൊണ്ട് അല്ലേ, ബിസി ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ബിക്കോസ് കഴിഞ്ഞ് വന്നത് കാരണമാണ് അല്ലേ, ഇതിൻ്റെ റീസൺ ആണ്. ആദ്യ പാർട്ടിൽ വന്നത് ഇതിൻ്റെ റിസൾട്ടാണ്. എന്ത് സംഭവിച്ചു? അവൾ വന്നില്ല, കാരണം അവൾക്ക് തിരക്കായിരുന്നു. കാരണമാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. ഇത് നോക്കൂ, അവൾ കഠിനാധ്വാനം ചെയ്തത് കൊണ്ട് ക്ഷീണിച്ചു. ഷീ വാസ് ടയേർഡ്. അവൾ ക്ഷീണിച്ചു ബിക്കോസ് ഷീ വർക്ക്ഡ് ഹാർഡ്, കാരണം അവൾ നല്ലോണം അധ്വാനിച്ച് ജോലി ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ബിക്കോസിൻ്റെ മുന്നേ കാണുന്നത് റിസൾട്ടാണ്. ഇത് കാരണം എന്താ സംഭവിച്ചത്? ഷീ വാസ് ടയേർഡ്, അവൾ ക്ഷീണിച്ചു. ഷീ വർക്ക്ഡ് ഹാർഡ് എന്നുള്ളതാണ് അതിൻ്റെ റീസൺ, കാരണം അല്ലേ. അപ്പോൾ നമ്മൾ സെൻറ്റൻസസിൽ ബിക്കോസ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ റീസണിന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ബിക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? റീസണിന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാൻ. ടു ഫോക്കസ് ഓൺ റീസൺ. ഓക്കെ, അപ്പോൾ അവൾക്ക് ബിസി ആയതുകൊണ്ട് അവൾ വന്നില്ല, അല്ലെങ്കിൽ അവൾ നന്നായി വർക്ക് ചെയ്തതുകൊണ്ട് അവൾ ക്ഷീണിച്ചു. അപ്പോൾ ഈ കാരണത്തിനാണ് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെയും പറയാം, ഷീ ഡിഡ്ന്റ് കം, അവൾ വന്നില്ല. സിൻസ് ഷീ വാസ് ബിസി, അവൾ ബിസി ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഷീ ഡിഡ്ന്റ് കം, അവൾ വന്നില്ല. ആസ് ഷീ വാസ് ബിസി, അവൾ ബിസി ആയതുകൊണ്ട്. ഇവിടെ നോക്കൂ, ഷീ വാസ് ടയേർഡ്, അവൾ ക്ഷീണിതയായിരുന്നു. സിൻസ് ഷീ വർക്ക്ഡ് ഹാർഡ്, സിൻസ് ഷീ വർക്ക്ഡ് ഹാർഡ്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഷീ വാസ് ടയേർഡ്, അവൾ ക്ഷീണിതയായിരുന്നു. ആസ് ഷീ വർക്ക്ഡ് ഹാർഡ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ബിക്കോസ് യൂസ് ചെയ്യാം, സിൻസ് യൂസ് ചെയ്യാം, ആസ് യൂസ് ചെയ്യാം. പക്ഷെ ബിക്കോസ് നമ്മൾ എഴുതുന്നത് റീസണിന് കുറച്ചും കൂടെ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് സെൻറ്റൻസസിൻ്റെ എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഇവിടെ നോക്കാം, സിക്ക് ആയത് കാരണം അവൾ പോയില്ല. അപ്പം എങ്ങനെ പറയാം? ഷീ ഡിഡ്ന്റ് ഗോ, അവൾ പോയില്ല. ഷീ ഡിഡ്ന്റ് ഗോ ബിക്കോസ് ഷീ വാസ് സിക്ക്, അവൾക്ക് സുഖമില്ല, അവൾ സിക്കായിരുന്നു അല്ലേ. സുഖമില്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ സിക്ക് എന്ന് പറയുന്നത് കേട്ടോ, അസുഖമുള്ള അവസ്ഥ. അവൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയത് കാരണം അവൻ ലേറ്റായി. അപ്പം അവൻ ലേറ്റായി എന്ന് പറയാൻ ഹീ വാസ് ലേറ്റ് ബിക്കോസ് അവൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി, പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഹിസ് കാർ ബ്രോക്ക് ഡൗൺ എന്നാണ് നമ്മൾ എഴുതുക. ബ്രേക്ക് ഡൗൺ ആയി ബിക്കോസ് ഹിസ് കാർ ബ്രോക്ക് ഡൗൺ. സുഖമില്ലാത്തത് കാരണം ഞാൻ വീട്ടിൽ നിന്നു. ഐ സ്റ്റേയ്ഡ് അറ്റ് ഹോം ബിക്കോസ് ഐ വാസ് സിക്ക്, എനിക്ക് സുഖമില്ലാത്തത് കാരണം ഞാൻ വീട്ടിൽ നിന്നു. ഐ സ്റ്റേയ്ഡ് അറ്റ് ഹോം ബിക്കോസ് ഐ വാസ് സിക്ക്. ഇപ്പം ഇവിടെ എല്ലാം നമുക്കറിയാം, ബിക്കോസ് എന്നുള്ളത് നമ്മളൊരു സെൻറ്റൻസിൻ്റെ ഇടയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. പക്ഷേ ബിക്കോസ് നമുക്കൊരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇങ്ങനെ നമുക്ക് എഴുതാം, ബിക്കോസ് ഐ വാസ് സിക്ക്
ഞാൻ സിക്കായത് കാരണം ബിക്കോസ് ഐ വാസ് സിക്ക് ഐ സ്റ്റേഡ് അറ്റ് ഹോം, ഞാൻ വീട്ടിൽ നിന്നു. അപ്പോൾ ഇങ്ങനെ ബിക്കോസ് എന്നുള്ളത് നമ്മൾ ആദ്യം എടുത്ത് എഴുതുമ്പോൾ കുറച്ച് കൂടുതൽ സ്ട്രെസ്സ് കൂടി കിട്ടുവാണ് ഈ കാരണത്തിന്. ഓക്കെ, ഐ സ്റ്റേഡ് അറ്റ് ഹോം ബിക്കോസ് ഐ വാസ് സിക്ക് എന്ന് പറഞ്ഞാലും ഈ കാരണത്തിന് സ്ട്രെസ് ഉണ്ട്. പക്ഷേ ഈ ബിക്കോസ് ഐ വാസ് സിക്ക് എന്നുള്ളത് ഒന്നിച്ച് ഫസ്റ്റ് എഴുതുമ്പം എനിക്ക് വയ്യാത്തത് കാരണം എന്നിട്ടാണ് നമ്മൾ ബാക്കി പറയുന്നത്. അപ്പോൾ ബിക്കോസ് ഫസ്റ്റ് എഴുതുമ്പം ഇവിടെ ഈ കോമ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഒരാൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, നീ എന്താ ലേറ്റ് ആയത്, വൈ ആർ യു ലേറ്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ് ഐ എം ലേറ്റ്, ഞാൻ ലേറ്റായി, ബിക്കോസ് ഐ മിസ്ഡ് ദ ട്രെയിൻ, എനിക്ക് ട്രെയിൻ മിസ്സായി, ഐ മിസ്ഡ് ദ ട്രെയിൻ. ഐ എം ലേറ്റ്, ഞാൻ ലേറ്റായി, ബിക്കോസ് എനിക്ക് ട്രെയിൻ മിസ്സായി, ബിക്കോസ് ഐ മിസ്ഡ് ദ ട്രെയിൻ. പക്ഷേ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി പറയാണ്ട് ബിക്കോസ് ഐ മിസ്ഡ് ദ ട്രെയിൻ എന്ന് മാത്രം പറയാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇങ്ങനെ പറയുമ്പം അതൊരു ഇൻഫോർമൽ സെറ്റിങ്സിലായിരിക്കണം. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന രൂപത്തിലാണ് നമ്മൾ ബിക്കോസ് ഐ മിസ് ദ ട്രെയിൻ, വൈ ആർ യു ലേറ്റ്, ബിക്കോസ് ഐ മിസ്ഡ് ദ ട്രെയിൻ എന്ന് നമുക്ക് പറയാം. ഇനി ഫോർമൽ സെറ്റിങ്ങിലാണെങ്കിൽ നമ്മൾ ഐ എം ലേറ്റ് ബിക്കോസ് ഐ മിസ് ദ ട്രെയിൻ എന്ന് കംപ്ലീറ്റ് ആയിട്ടാണ് പറയുന്നത്. ഈ ബിക്കോസ് എന്നുള്ളത് ഇൻഫോർമലായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കോസ്, അല്ലെങ്കിൽ കോസ്, അല്ലെങ്കിൽ കോസ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻഫോർമലായിട്ട് ബിക്കോസിന് ഷോർട്ടായിട്ട് എഴുതി കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഫോർമൽ റൈറ്റിങ്ങിലോ നിങ്ങളുടെ എക്സാമിനൊന്നും കൊണ്ടുപോയി എഴുതി വെച്ച് യൂസ് ചെയ്യരുത്. ഇൻഫോർമലായിട്ട് കാഷ്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഒക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചത് കാരണം ഹൈലൈറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ബിക്കോസ് വെച്ച് സെൻറ്റൻസ് തുടങ്ങുവാണെങ്കിൽ നമ്മളിവിടെ കോമ കൊടുക്കണം. കുറച്ചും കൂടെ കാരണം ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിക്കോസ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതുന്നത്. ഇനി നമുക്ക് സിൻസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സിൻസ് അതുപോലെ ആസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം വലുതായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലാത്തപ്പോഴാണ്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് കാണാം, മഴയായത് കാരണം ഞങ്ങൾ പ്ലാൻസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മഴയാണെന്നുള്ളത്, അപ്പം അതുകൊണ്ട് നമ്മൾ പ്ലാൻസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ മഴയായത് കാരണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസിൽ പറയേണ്ട ഒരു കാര്യമില്ലെങ്കിൽ നമ്മൾ ബിക്കോസ് അല്ല യൂസ് ചെയ്യുക, ആസ് അല്ലെങ്കിൽ സിൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. വി cancelled our plans since it was raining, അല്ലെങ്കിൽ as it was raining. കണ്ടോ? We cancelled our plans since it was raining, അല്ലെങ്കിൽ since it was raining we cancelled our plans. സിൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് അത്ര ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ലേറ്റ് ആയത് കാരണം ഞങ്ങൾ ഓടി. അപ്പം ഞങ്ങൾ ഓടി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ലേറ്റ് ആയത് കാരണമാണെന്നുള്ളത്. പക്ഷേ അവിടെ നമ്മൾ ലേറ്റ് ആയത് കാരണം എന്ന് നമുക്ക് എടുത്തു പറഞ്ഞ് വലിയ കാരണമാക്കി പറയണം എന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? വി റാൻ, ഞങ്ങൾ ഓടി, സിൻസ് വി വർ ലേറ്റ്, ഞങ്ങൾ ലേറ്റ് ആയത്. വി വേർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. എന്താ? വി വേർ ലേറ്റ്. അതല്ലെങ്കിൽ നമുക്ക് വി റാൻ ആസ് വി വേർ ലേറ്റ് എന്നും പറയാം. അവർക്ക് ടിക്കറ്റ്സ് ഇല്ലാത്തത് കാരണം വരാൻ കഴിഞ്ഞില്ല. അപ്പം ഇങ്ങനെ പറയാം, സിൻസ് ദേ ഹാഡ് നോ ടിക്കറ്റ്സ്, ടിക്കറ്റ്സ് ഇല്ലാത്തത് കാരണം ദേ കുഡൻറ്റ് കം, അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് കുഡൻറ്റ് എന്ന് യൂസ് ചെയ്തത് കേട്ടോ. ദേ കാൺറ്റ് കം എന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ കഴിയില്ല. ഇങ്ങനെ ഒന്നും എഴുതണമെന്നില്ല, നമുക്ക് ഇങ്ങനെ എഴുതാം, ദേ കുഡൻറ്റ് കം സിൻസ് they had no tickets. they couldn't come, അവർക്ക് വരാൻ കഴിഞ്ഞില്ല. since they had no tickets, അവർക്ക് ടിക്കറ്റ്സ് ഇല്ലാത്തത് കാരണം.
ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സിൻസിന് പകരം നമുക്ക് ആസ് എന്നുള്ളതും ഉപയോഗിക്കാം. സെയിം മീനിങ് തന്നെയാണ് ആസും സിൻസും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം എന്നില്ല. ഇനി നമുക്ക് ആസിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ ചെയ്തതിന് ശേഷം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ടയേർഡ് ആയത് കാരണം ഒരു ബ്രേക്ക് എടുത്തു. അപ്പം എങ്ങനെയാ പറയാ? വി ടുക്ക് എ ബ്രേക്ക്. ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. വി ടുക്ക് എ ബ്രേക്ക് ആസ് വി were tired. ഞങ്ങൾ ടയേർഡ് ആയത് കാരണം ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. വി ടുക്ക് എ ബ്രേക്ക് ആസ് വി were tired. എല്ലാവരും വന്നത് കാരണം നമുക്ക് തുടങ്ങാം എന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് നമ്മൾ പറയാം. ഇവിടെ വന്നത് കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്, അങ്ങനെ വളരെ വലിയൊരു എംഫസിസ് നമ്മൾ റീസണ് കൊടുക്കുന്നില്ല. വന്നത് കൊണ്ടാണ് എന്നുള്ളത്, എല്ലാവരും വന്നു അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആസ് എവ്രിവൺ came. As everyone came, let's start. Let's start. As everyone came, let's start. കുട മറന്നത് കാരണം ഞാൻ നനഞ്ഞു. As I forgot. ഞാൻ മറന്നത് കാരണം. As I forgot my umbrella. ഞാൻ എൻ്റെ കുട മറന്നത് കാരണം I got wet. ഞാൻ നനഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഐ ഗോട്ട് വെറ്റ് ആസ് ഐ ഫുഗോട്ട് മൈ അംബ്രല്ല, അങ്ങനെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആസ് നടുക്ക് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ബിക്കോസ് സിൻസ് ഒക്കെ നടുക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് കോമ വേണ്ട. അല്ലാത്ത സമയങ്ങളിൽ വിൽ ഹാവ് ടു റിമെമ്പർ ടു പുട്ട് ദിസ് കോമ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. ബിക്കോസ് നമ്മൾ കുറച്ചൊരു റീസൺ എടുത്ത് പറയേണ്ട സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതർവൈസ് വി നീഡ് നോട്ട് യൂസ് ബിക്കോസ്, ഇൻസ്റ്റെഡ് വി ക്യാൻ യൂസ് സിൻസ് അല്ലെങ്കിൽ ആസ് എന്നുള്ളത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കോമൻറ്റ്സ് നിങ്ങൾ താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ആൻഡ് നമ്മളുടെ പ്രീമിയം ബാച്ചിൽ വരുന്ന വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ വാട്സാപ്പ് ടു, can I write it here, 9746274902. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ബൈ എവ്രി വൺ. വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.